ക്രൂശിനെ നോക്കി യാത്ര ചെയ്യണം. നമ്മുടെ കഴിവ് കൊണ്ടും നീതി പ്രവൃത്തി കൊണ്ടുമല്ല ദൈവം നമുക്ക് തരുന്ന നന്മകളെല്ലാം അത് ദൈവത്തിന്റെ കൃപയാണ്. ആ കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത യാഗത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ആമേൻ ഒരു പരമയാഗമായി മാറിയ ദൈവത്തിന്റെ കുഞ്ഞാട് ആ രക്തം ചിന്തിയത് വെറുതെ അല്ല. ആമേൻ ആ ശരീരത്തെ തകർത്തത് വെറുതെ അല്ല. ദൈവ പൈതലേ, നിനക്ക് ആ സംരക്ഷണം തരുവാൻ, നിന്നെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ, നിന്നെ ദൈവ മഹത്വത്താൽ നിറയ്ക്കുവാൻ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരങ്ങൾ നിന്നിൽ വെളിപ്പെടുത്തുവാൻ, നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ആമേൻ ആ അധികാരത്തെ തരുവാൻ തക്കവണ്ണം ആ ക്രൂശിൽ കർത്താവ് യാഗമായി മാറിയിരിക്കുന്നു. ആ ത്യാഗം, ആ യാഗം നമുക്ക് വേണ്ടി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ അവൻ കാൽവരി ക്രൂശിൽ യാഗമായി മാറി. ആ ക്രൂശിനെ മറന്നു പോകരുത്.